ഇൻസ്പിറേഷൻസ് ആണ്. ഞാൻ ഇൻസ്പയർ ചെയ്തൊരു പടമാണ്, ഇൻസ്പിറേഷനിൽ ചെയ്ത പടമാണ് മൈ ബോസ്. അത് ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് റിലീസിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് അതിനകത്ത് നമ്മളെന്ന് വെച്ചാൽ ഈ നാട്ടുമ്പുറവും അവിടെ അച്ഛൻ മകൻ്റെ റിലേഷൻഷിപ്പും ഒക്കെ അതിനെ വേറെ രീതിയിൽ നമ്മുടെ നാടൻ തനതായ സ്റ്റൈലിൽ നമ്മളത് വേറെ രീതിയിൽ മാറ്റി എഴുതി. എൻ്റെ ബേസിക് തോട്ട് എടുത്ത് വർക്ക് ചെയ്തപ്പോൾ പോലും അത് ശരിക്കും ഞാൻ പറഞ്ഞതന്നെ. ഇത് ദൃശ്യത്തിൻ്റെയൊക്കെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചതാണ്. കാരണം ഞാൻ എൻ്റെ അസോസിയേറ്റിന് വേണ്ടിയിട്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. അന്ന് ഒറ്റ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, അന്ന് തിയേറ്റർ ഓപ്പറേറ്ററായിരുന്നു, ഒരു C ക്ലാസ് തിയേറ്റർ ഓപ്പറേറ്ററായിരുന്നു. അതായിരുന്നു പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ. പുള്ളി ഈ നമ്മുടെ അസോസിയേറ്റ് പറഞ്ഞൊരു ക്യാരക്ടറൈസേഷനിലേക്ക് ഞാൻ എൻ്റെ കഥ കൊണ്ടുപോയി പ്ലേസ് ചെയ്തതാണ്. അതവിടെ കുറേ നാൾ പുള്ളി 2-3 വർഷം ഇത് മമ്മിയാൻമിക്ക് മുമ്പ് കണ്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി അത് മമ്മിയാൻമിയുടെ സമയത്താണ് പുള്ളി അതുമായിട്ട് നടന്ന് വേറെ ആക്ടറെയൊക്കെ വെച്ച് നോക്കാം. അവസാനം അത് എൻ്റെ കയ്യിലേക്ക് വന്നതാണ്. പിന്നെ ദൃശ്യം കൊറിയയിൽ റീമേക്ക് ചെയ്യാൻ പോകും. സ്പാനിഷ് അനൗൺസ് ചെയ്തു, കൊറിയയിൽ തുടങ്ങാൻ പോവാണ്. അപ്പോൾ കൊറിയയിൽ നിന്ന് ഞാൻ എടുത്തതാണെങ്കിൽ ഇതിൻ്റെ കൊറിയക്കാർ മേടിച്ചെടുക്കുന്നത്, മനസ്സിലായോ? പക്ഷേ ദൃശ്യം റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ. അത് കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് അതിൻ്റെ ഒരു മറ്റേ ഇത് CD റൈറ്റ് ചെയ്ത് CD-യിൽ ഞാനിപ്പോൾ കൊറിയർ ചെയ്ത് തന്നു. അന്ന് ഓൺലൈനൊന്നും അന്ന് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, ഞാനങ്ങനെ ഓൺലൈൻ സിനിമ കാണുന്ന ഒരാളല്ല. എനിക്ക് CD-യിൽ അയച്ചു തന്നപ്പം ഞാൻ അങ്ങനെ അന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണല്ലോ ഇത് പുള്ളി എൻ്റെ ഞാനതിന് മുമ്പ് എഴുതി വെച്ചാൽ പുള്ളി ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരേപോലെ ചിന്തിക്കുന്ന ഒത്തിരി ഇതുണ്ട്, ഒത്തിരി സിനിമകളുണ്ട്. എന്ന് പറയുന്ന സിനിമ നോവല് അല്ല, അത് കൊറിയനിലേക്ക് സസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞു വന്നു. അതാണ് പറയുന്നത്. ഇപ്പം എനിക്കിത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം. അവസാനം കുറച്ചുകൊണ്ട് ഇപ്പം എനിക്ക് ആരും, കാരണം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഇവർക്കൊക്കെ അറിയാത് ഞാൻ തന്നെ ഇത് ചെയ്താണ്. കാരണം അതിന് മുമ്പേ എത്രയോ മുമ്പ് ഇവരോട് പറഞ്ഞ കഥയാണ് തോട്ട. കോയിൻസിഡൻസ് ഉണ്ടാവും. ഈയിടെ ഒരു സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അതിനി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, അത് പോയി. കാരണം ഞാൻ ഒരു മലയാള സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു സാധനം ഇങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു, ബേസിക് ഐഡിയ. പക്ഷേ ഞാനത് സിനിമ ചെയ്യും. കാരണം ആ ഐഡിയ അവർ വേറെ രീതിയിലാണ് ചെയ്തത്, പക്ഷേ ഐഡിയ സെയിമാണ്. പക്ഷേ എനിക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ള വേറെ രീതിയിലാണ്. ഞാൻ സിനിമ ചെയ്യും, പക്ഷെ ഇപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആൾക്കാരത് കണക്ട് ചെയ്യും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ദൃശ്യത്തിലേക്ക് തിരിച്ചും വീണ്ടും വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഷോൾഡർ കുറച്ചുകൂടെ വെയിറ്റ് താങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ വരുമ്പോൾ? ഇല്ല, ഒരു പ്രീക്വലോ അല്ലെങ്കിൽ സീക്വലോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പടത്തിൻ്റെ ഓൾറെഡി സക്സസ് ആയ ഒരു പടത്തിൻ്റെ ചെയ്യുമ്പോൾ അത് ഏത് സിനിമ എടുത്താലും അതിൻ്റെ ഒരു ബേർഡൻ ഉണ്ടാവും. കാരണം സക്സസ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ആ ലെവലായിരിക്കും. പിന്നെ ഞാൻ അങ്ങനെ അതിനെ ഒത്തിരി ഭയക്കുന്നില്ല. അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ സിനിമ എന്താണ് എന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, എൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ്. അതിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ് ദൃശ്യം. അപ്പം നമ്മൾ ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു വന്നെങ്കിലും ദൃശ്യത്തെക്കുറിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം ദൃശ്യം ഒരു ഫ്രാഞ്ചൈസി എടുക്കാമെങ്കിൽ അതൊരു ഡ്രാമയാണ് ആക്ച്വലി. പക്ഷേ അതിനെ ത്രില്ലറായിട്ട് ആൾക്കാർ ടാഗ് ചെയ്തു. എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല. ഞാനെപ്പോഴും അതിനെ ഫസ്റ്റ് ചെയ്തപ്പോഴും സെക്കൻഡ് ചെയ്തപ്പോഴും തേർഡ് വരുമ്പോഴും ഞാനതിനെ ഡ്രാമ എന്ന് പറയുന്നതാണ്. എല്ലാവരും ജോർജ് കുട്ടിയുടെ അതിനകത്തെ ട്വിസ്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് ജോർജ് കുട്ടിയുടെ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കണ്ടുപോവുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു തലമുണ്ട്. ഞാനത് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ആ പറച്ചിൽ നിർത്തി. പക്ഷെ ഞാൻ ഇനി ഇത് എങ്ങനെ പോയാലും ഞാനതിനെ ഫാമിലി ഡ്രാമ എന്നുള്ള അപ്രോച്ചിൽ അതിനകത്തെ ക്യാരക്ടറൈസേഷൻ ഇപ്പം അതിനകത്ത് മുങ്ങിപ്പോയ ക്യാരക്ടേഴ്സ് 2 അമ്മമാർ. അപ്പോൾ ഫസ്റ്റിനകത്തൊരു ക്രൈം വന്നപ്പം അതുമായിട്ട് അയാൾ ബുദ്ധിപരമായൊരു കാര്യം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ജോർജ് കുട്ടി ഭയങ്കര അതിബുദ്ധിമാനൊന്നുമില്ല. അയാളൊരു കോമൺ സെൻസ് ഉള്ളൊരു സാധാരണ മനുഷ്യനാണ്. അങ്ങനെയാണ് ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം. അവിടെ നിങ്ങൾ ആ സിനിമ ഫസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് മീനയുടെ ക്യാരക്ടർ ആ കുട്ടി ബൈ മിസ്റ്റേക്ക് ആ പയ്യനെ കൊന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് പറയുന്നുണ്ട് മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസാണ് ആക്ച്വലി, ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. അവിടെ പുള്ളിക്കാരത്തി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂമെൻ്റാണ് ആ സിറ്റുവേഷനിൽ പുള്ളിക്കാരത്തി ചെയ്തേക്കുന്നത്.
അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് എനിക്കൊരു ധൈര്യം വന്നു, പിന്നെ എനിക്കറിയാം. പിന്നെ ജോർജ് കുട്ടിയിലേക്ക് അത് കൈമാറി. ആ ജോർജ് കുട്ടിയായ രീതിയിൽ അതിനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് പോലെ സെക്കൻഡിലും തേർഡിലും എല്ലാം അവരുടെ ഇമോഷൻസും അവരുടെ പ്രശ്നങ്ങളും ഈ രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ. ശരിക്കും എനിക്കതിൻ്റെ തോട്ട് കിട്ടിയത് തന്നെ ഒരു റിയൽ ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെയാണ്. രണ്ട് ഫാമിലി തമ്മിലുള്ള ഇഷ്യൂ. അന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലെത്തുമ്പോൾ ഈ ആരുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ ഓഡിയൻസിനുണ്ടാവും. കാരണം രണ്ട് ഫാമിലിയുടെ ഭാഗത്ത് ശരിയുണ്ട്, രണ്ട് ഫാമിലിയുടെ ഭാഗത്ത് തെറ്റുമുണ്ട് എന്ന് പറയുന്നൊരിതാണ്. പക്ഷേ സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വരികയും അദ്ദേഹം ഒരു ബുദ്ധിപരമായൊരു കാര്യം ചെയ്തപ്പോഴത്തേക്കും അത് ബ്രില്യൻസായി മാറി, പിന്നെ ട്വിസ്റ്റായി മാറി. സെക്കൻഡ് വന്നപ്പോൾ കുറേ ട്വിസ്റ്റുകളായി മാറി. അങ്ങനെ അതിനെ ഒരു ത്രില്ലർ സിനിമയിലേക്ക് ടാഗ് ചെയ്യപ്പെട്ടു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നത് ഒരിക്കലുമല്ല. ഒന്ന് നിങ്ങളതിനകത്തേക്ക് നിങ്ങളിപ്പം ചിന്തിക്കലിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചു നോക്കും. അതിനകത്തൊരു ഇമോഷനുണ്ട്. സ്വന്തം മകൻ മിസ്സിങ് ആണ്. ആപ്പനും എന്ത് പറ്റിയത്? മകനൊരു പാളിച്ച പറ്റി, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി. ആ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ വേണോ? ചിന്തിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കാം എന്ന് കരുതി ജോർജ് കുട്ടിയുടെ ഫാമിലി അവർ മനഃപൂർവ്വം ചെയ്തതാണ്? അല്ല, അതൊരു കൈവത്വമാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് അമ്മമാരുടെ ഇമോഷനുണ്ട്, രണ്ട് അച്ഛന്മാരുടെ ഇമോഷനുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ക്രൈമും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ആ സിനിമ വേറൊരു ഇതിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ തേർഡ് വരുമ്പോഴും ആൾക്കാർ ഭയങ്കര ട്വിസ്റ്റ് അതാണെന്നപ്പോഴത്തേക്കും ഞാനതാ പറഞ്ഞു, ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ ഇമോഷണൽ ഫിലിം. അത് ഫസ്റ്റിലും ഉണ്ട് ഇമോഷൻ, സെക്കൻഡിലും ഉണ്ട്, തേർഡിലും ഇമോഷനുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് എന്താണോ അതുവഴി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതിപ്പം ഫസ്റ്റ് പോലെ സെക്കൻഡ് ആയോ എന്ന് ചോദിച്ചു അതിനെ പേടിച്ചിട്ട് ഞാനില്ല. ഫസ്റ്റ് കഴിഞ്ഞ് ഓർഗാനിക്കലി ഒരു 7-8 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓർഗാനിക്കലി ആ കഥയ്ക്ക് ആ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അവസാനിക്കുമ്പോൾ നാട്ടുകാരുടെ സൊസൈറ്റിയുടെ ചിന്താധീന, അവർ പാവമായിരുന്നു, അവരെ ആ സഹദേവൻ കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പം സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ആ 6-7 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുക? തീയില്ലാതെ പുകയുണ്ടാവുമോ? ചിലപ്പോൾ അവർ തെറ്റിയതായിരിക്കും. അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് മാറി. ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ പോയത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ വന്നതാണ്. തേർഡ് വന്നപ്പോഴും ഇനി അവരുടെ ലൈഫിലെന്ത്? തേർഡിലേക്ക് വരുന്ന ഇതും അവരുടെ ജീവിതമാണ്. ജോർജ് കുട്ടിയുടെയും ഇവരുടെയും അത് കഴിഞ്ഞിട്ടുള്ള എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. കാരണം എല്ലാവർക്കും പ്രായം മാറുന്നതനുസരിച്ച്, ജോർജ് കുട്ടിക്ക് പ്രായം മാറുന്നതനുസരിച്ച് ആ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിന് മാറ്റങ്ങളുണ്ടാവും. നമ്മൾ പറയില്ല, ഒരു പ്രായം കഴിയുമ്പോൾ മച്യൂരിറ്റി ഉണ്ടാകുക. ഇപ്പോൾ അനു, മറ്റേ കുട്ടിയുടെ പേര് മറന്നുപോയി, ഞാൻ ഭയങ്കര കൺഫ്യൂസ്. എനിവേ, അനു, അഞ്ജു എന്ന് പറയുന്ന 2 കുട്ടികൾ, അവർക്കും പ്രായം മാറുന്നതനുസരിച്ച് അവരുടെ ക്യാരക്ടറിൽ മാറ്റങ്ങളുണ്ട്, അവരുടെ ചിന്താഗതികളിൽ മാറ്റമുണ്ട്, അവർക്ക് സംശയങ്ങൾ കൂടും, ചോദ്യങ്ങൾ കൂടും. അപ്പോൾ അതൊക്കെ സെക്കൻഡിനും തേർഡിലും അങ്ങനെയാണ് വരുന്നത്. അപ്പം കുറച്ചുകൂടെ ജോർജ് കുട്ടിയുടെ വളർച്ച, ആ ഫാമിലിയുടെ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ വന്നതെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഞാനതിനെ ഒരു ബേർഡനായിട്ട് കണ്ട് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സക്സസ് പോലെ സെക്കൻഡ് പിടിക്കണം എന്നൊന്നല്ല, സെക്കൻഡ് കഴിഞ്ഞിട്ട് അതേപോലെ തേർഡ് പിടിക്കണം, ഇല്ല. ഫസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സെക്കൻഡ്. ഇമോഷൻ ബേസിക്കലി അതൊക്കെ തന്നെ, അതിൽ നിന്നും വ്യത്യസ്തമാണ് തേർഡ്. അപ്പോഴും ഇതെല്ലാം 3 ഒരു ഫാമിലി ഇമോഷൻ്റെ ബേസ് ചെയ്തിട്ട് ഈ സിനിമ പോകുന്നു. ഈ ദൃശ്യം 1 എഴുതുമ്പോഴേ 2ഉം 3ഉം ഒക്കെ ഉണ്ടോ മനസ്സിൽ? അതോ ബേസിക്കലി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്, ഇതിങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. അത് കഴിഞ്ഞപ്പം സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സാഹചര്യം പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചു. ഇത്രയേ ഉള്ളൂ. സാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഫാമിലി ഒരു വെഡിങ്ങുമായിട്ട് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം, വെഡിങ് അല്ല, ഒരു അഫയർ. അപ്പോൾ 2 ഫാമിലീസിന്റെ ഭാഗത്തും ന്യായമുണ്ട്. അപ്പോൾ അതിലൊരു ബ്യൂട്ടിഫുൾ ഡയലമ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു സിനിമയ്ക്കുള്ള ഐഡിയ കിട്ടുന്നത്. ഒരു പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ബിഗ് സ്റ്റാർ ആക്ടർ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ, കാരണം അത് പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിയൻസ് ആ ഒരു ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് റൂട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. ഒരു പക്ഷേ പുള്ളി അല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഡയലമ നിലനിൽക്കത്തില്ലായിരുന്നോ ആളുകളുടെ ഇടയ്ക്ക്? ഏത് ഫാമിലിക്ക് വേണ്ടി റൂട്ട് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല. കാരണം വെച്ചാൽ അതിനകത്ത് ഇമോഷണലി ഓഡിയൻസ്, നമ്മളിപ്പോൾ ഏത് ആക്ടറാണേലും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറോ അല്ലെങ്കിൽ നമുക്ക് അവർ നന്നായിട്ട് അഭിനയിക്കാവുന്ന ഒരാളാണെങ്കിൽ നമ്മളിൽ എന്താ പറയുക, ആ ഇമോഷൻ അവർക്ക് അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിക്കാൻ അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരോട് നിൽക്കും.
അതിനകത്ത് പിന്നീട് എനിക്ക് മനസ്സിലായത് മറ്റവരുടെ കൂടെ നിൽക്കില്ല, കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ അത് എൻ്റെ ഫസ്റ്റ് റിയലൈസേഷൻ അതായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവർ കൺഫ്യൂസ്ഡ് ആവുന്നു, പക്ഷെ അവിടെ അത് ഉണ്ടായില്ല. അതുണ്ടായൊരു സിനിമയുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ അതും ബാക്ക് ഫയർ ചെയ്തു. ഞാൻ എൻ്റെ തോട്ട് ബാക്ക് ഫയർ ചെയ്ത സിനിമയാണ് വലതുവശത്തെ കള്ളൻ. അതിനകത്തും രണ്ട് ഫാമിലിയും ഇതുമാണ്, ഇമോഷനാണ്. പക്ഷേ അവിടെ ജോർജ് കുട്ടിയുടെ സ്ഥാനത്തെ പോലെ ഒരു നെഗറ്റീവ് കാര്യമാണ് ബിജുമേനോൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഫീഡ്ബാക്ക് വന്നപ്പോൾ ബിജുമേനോട് കൂടെ നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ ജോർജ് കുട്ടി ചെയ്തതിനേക്കാൾ വളരെ ക്രൂവൽ ഇതായിരുന്നു. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വേറെയാണ്, പക്ഷേ പാറ്റേൺ സെയിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുതിയ സിനിമകൾ ഇപ്പോൾ ഇവിടെ ഓടുന്നു, പുതിയ ചെറുപ്പക്കാരുടെ സിനിമകൾ, അതിനകത്ത് ഇമോഷൻ, ഇപ്പോൾ വാഴ, അതിനകത്ത് ഇമോഷൻ പറഞ്ഞു. അത് വലിയൊരു ആക്ടർ ഉണ്ടായിട്ടല്ലല്ലോ, അവരത് പെർഫോം ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആര് ചെയ്താലും ഈ സിനിമ, പക്ഷേ ഒരുപക്ഷെ മോഹൻലാലിനെ പോലെ ഒരു വലിയൊരു സ്റ്റാർ വന്നില്ലായിരുന്നെങ്കിൽ പടം ഒരുപക്ഷെ ഈ ലെവലിലൊരു എന്താ പറയുക, ഒരു ബോക്സ് ഓഫീസിലേക്ക് ചിലപ്പോൾ പോകത്തില്ല. കാരണം ഇത് തുടക്കത്തിൽ ഈ കഥയെന്ന് ഞാനിത് സ്ക്രിപ്റ്റ് വേറെ അക്കൗണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പോൾ തുടക്കത്തിൽ ഇത് ആദ്യം ചെയ്യാനിരുന്നത് വേറൊരാളെ വെച്ചുമായിരുന്നു. അപ്പോൾ പിന്നീട് അവിടെ നിന്ന് അത് എൻ്റെ കയ്യിലേക്ക് വന്നതാണ്. ഈ ദൃശ്യം 2-ലെ മുരളിഗോപി ചെയ്ത പോലീസ് കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്, പ്രത്യേകിച്ചും സർട്ടൻ ഡയലോഗ്സ് ഒക്കെ. അതിൽ മുരളിഗോപി തന്നെയായിരുന്നു ഒരു ഫസ്റ്റ് ചോയ്സ് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്? അതെ, നമ്മളവരെ ഒത്തിരി പേരുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ ഒരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുരളിയിലേക്ക് പോയതാണ്. നമ്മളെപ്പോഴും ഒരു ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് എടുക്കും. ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഡേറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പം ലീഡ് ആക്ടർ അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോയ്സ് എടുത്തതിനകത്ത് മുരളിഗോപി വന്നപ്പോൾ പെട്ടെന്ന് ഓക്കെ, നമുക്കതൊരു ഡിസ്കഷനകത്ത് വന്നപ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നി. അങ്ങനെ ചെയ്തതാണ്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. സിനിമയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമുള്ള ഒരു ആളല്ല. എങ്ങനെ ഈ സിനിമയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? എപ്പോഴാണ് സിനിമാക്കാരനാകണം എന്നുള്ളൊരു? ഞാൻ പ്രീ ഡിഗ്രിക്ക് SB കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് PDCക്ക് പഠിക്കുന്നു, എൻ്റെ കസിൻ സെക്കൻഡ് PDCക്ക്. അവൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഫസ്റ്റ് PDC ആ സമയത്ത് ഹോസ്റ്റലായിരുന്നു, ഇച്ചിരി സ്ട്രിക്റ്റൊക്കെ ആയിരുന്നു. കുറച്ച് ഒരു ഹാഫ് ഡേ വെച്ചിട്ട് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് മാറി, എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ആ കസിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അവിടുത്തെ, പുള്ളിയും ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇവർക്ക് രണ്ടുപേർക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. എനിക്കും സിനിമ ഇഷ്ടമാണ്. അപ്പോൾ ഇവർ ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ വന്ന തുടക്ക സമയമായതുകൊണ്ട് ഞാൻ ആദ്യമൊന്നും ക്ലാസ് കെട്ടിയാൻ പേടിയാണ്. ഒന്നാമതെ ഫാദർ MLA ആയതുകൊണ്ട് പ്രിൻസിപ്പൽ അച്ഛനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് മാറിയപ്പോൾ ഇച്ചോടെ എളുപ്പമായി, ചോദിക്കാനും പറയാനും ആളുമില്ലല്ലോ, മറ്റേ ഹോസ്റ്റൽ പോലെ. അപ്പം ഞാൻ പതുക്കെ ഇവന്മാരോട് സിനിമ കാണാൻ പോയപ്പോൾ ഇവരുടെ നടുക്കിരുന്ന് ഇവരിതിൻ്റെ ഡയറക്ഷൻ്റെ ഓരോ സൈഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്പർ 20 മദ്രാസ് മെയിൽ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. ഒരു ട്രെയിനിലെ യാത്രയാണല്ലോ പറയുന്നത്. കൊല്ലത്ത് വന്നപ്പോൾ എഞ്ചിൻ്റെ നമ്പർ വേറെയാണ്, അത് കോട്ടയത്ത് വന്നപ്പോൾ വേറെ എഞ്ചിൻ. അപ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ കണ്ടിന്യൂറ്റി പതുക്കെ ഞാൻ പോലും അറിയാതെ ഞാൻ അതിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. അതിനകത്തേക്ക് അങ്ങനെ വന്ന് പിന്നെ പതുക്കെ ഞങ്ങളുടെ ഇതിനകത്ത് സിനിമാ സംഭാഷണങ്ങൾ ചർച്ചകളായി. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ ഡിഗ്രിക്ക് പോയി. അന്നേരം ഞങ്ങളെല്ലാം ഓരോ വഴിക്ക് പിരിഞ്ഞു. എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് പഠിക്കണം എന്നുണ്ടായിരുന്നു, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പാരൻസ് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ. അവരോട് ചോദിച്ചപ്പോൾ മര്യാദയ്ക്ക് എഞ്ചിനീയറിങ്ങിന് പോകണമെന്ന് പിന്നെ അവരെ പറപ്പിച്ചു. പക്ഷേ എനിക്ക് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റിയില്ല, കാരണം ആ സമയത്തൊരു മഞ്ഞപ്പിത്തമൊക്കെ വന്ന് എനിക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു അതിലും നല്ലത് നിങ്ങൾ ആരോട് അസിസ്റ്റ് ചെയ്യുന്നതാണ്, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ കിട്ടും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, ഒരു ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ദിവസം കൂടി ഒരിടത്തിരുന്ന് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥയൊക്കെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ്, അന്ന് എനിക്ക് വേണേൽ ദൂരദർശനിലായിരുന്നു, ടെലിഫിലിം, ഷോർട്ട് ഫിലിം അല്ല ടെലിഫിലിം, അതൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ അത് നടന്നില്ല. അതാണ് പിന്നീട് മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ സിനിമയായത്. അവരിപ്പോൾ എന്താ ചെയ്യണേ ആ രണ്ടുപേരും? അവർ ഒരാൾ ബിസിനസ്, ഒരാൾ പുറത്ത് ഇവിടെ മസ്കറ്റിൽ. സിനിമയിലില്ല രണ്ടാളും? ഇല്ലില്ല, പക്ഷെ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയും. അതിപ്പോൾ അല്ലാതെ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ അച്ഛൻ MLA ആയിരുന്നു.
ഈ രാഷ്ട്രീയ പാരമ്പര്യം എങ്ങനെയാണ് ഒരു ഫിലിം മേക്കർ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ? പണ്ട് ശ്രദ്ധിക്കാറൊന്നും ഇപ്പം ഇല്ല. എനിക്ക് രാഷ്ട്രീയത്തിലുള്ള ഒരു ഇത് പോയി. കാരണം എൻ്റെ ഫാദർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൂവാറ്റുപുഴ നിർമ്മലയിലാണ് ഡിഗ്രി പഠിച്ചത്. അപ്പം ഫാദർ മൂവാറ്റുപുഴ എംഎൽഎയായിരുന്നു. മക്കളാരും രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് ഫാദറിന് താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ഫാദറിൻ്റെ കൈൻഡ് ഓഫ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് പൈസ ഇറക്കി കളിച്ച രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഫാദറിന് ഇഷ്ടമാർ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മളതിൻ്റെ ഒരു ക്ഷീണം നമുക്കുണ്ടായി. കയ്യിൽ നിന്ന് ചേട്ടൻ എല്ലാവരും കരുണാകരൻ പോലും കൊച്ചേട്ടൻ എന്നാണ് പറയാറുന്നാണ്. അപ്പോൾ പറയും കൊച്ചേട്ടൻ്റെ പൈസ ഉണ്ട്, കൊച്ചേട്ടൻ ചെയ്തോളൂ. പിന്നെ വിച്ചാച്ചൻ തന്നെ പൈസ ഇറക്കി കളിച്ച് അങ്ങനെ ഇതായി. അപ്പം ഫാദർ പറയായിരുന്നു രാഷ്ട്രീയം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ നിർമ്മലയിൽ പഠിക്കുമ്പോൾ എന്നെ കൊച്ചേട്ടൻ്റെ മോനാന്നൊക്കെ പറഞ്ഞ് കൗൺസിലറാക്കാനും ഒക്കെ നിർത്താൻ ശ്രമിച്ചു. ഫാദറിനോട് പറഞ്ഞു വേണ്ടതാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അത്രത്തോളം താല്പര്യമില്ല. കാരണം എൻ്റെ വീട്ടിൽ സ്ഥിരമായി വരികയും എപ്പോഴും ചിരിച്ച് വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരാളെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അവിടെ എലിഞ്ഞി ടൗണിൽ വെച്ച് കണ്ടപ്പം ഞാൻ ചിരിച്ചപ്പോൾ പുള്ളി മുഖം തിരിച്ച് കാണുന്നു. അങ്ങ് പോയി. അപ്പോൾ ഞാൻ ചേച്ചനോട് ചോദിച്ചു എന്ത് പറ്റി പുള്ളി ഇങ്ങനെ ചെയ്യുന്നു? പുള്ളി പറഞ്ഞു അയാൾ പറഞ്ഞൊരു കാര്യം നടത്തി കൊടുക്കാൻ പറ്റിയില്ല എന്ന്. അതായത് 10 കാര്യം ചെയ്താലും 11ാമത്തെ കാര്യം നടത്തി കൊടുത്തില്ലെങ്കിൽ ശത്രുവായിരിക്കണം. പിന്നെ എനിക്ക് ഒട്ടും അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, നമുക്ക് പരിചയമില്ലെങ്കിലും ചിരിച്ച് കാണിക്കണം. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഫാദറിനെ പക്ഷേ കുഴപ്പമില്ലെന്നറിയോ, ഫാദറിനെ ഞാൻ എപ്പോഴും ചില ക്രിട്ടിസൈസ് ചെയ്യും കളിയാക്കുമായിരുന്നു. ഞാൻ പറയും ഭയങ്കര ഫേക്ക് സ്മൈലിംഗ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ തത്തുല്യമായൊരു ഫീൽഡിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സിനിമ രണ്ടിനും ഒത്തിരി സമാനതകളുണ്ട്. രാഷ്ട്രീയത്തിൽ പവർ ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്, സിനിമയിൽ സക്സസ് ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്. കൂടെ നിൽക്കുന്നവരെല്ലാം എല്ലാവർക്കും സർവൈവ്, അതൊരു കുറ്റമൊന്നുമല്ല. ഞാൻ അങ്ങനെയാണ് ഇത്. അപ്പോൾ സിനിമയിലും ഇത് തന്നെയാണ്. അതുകൊണ്ട് എന്നെ ഒത്തിരി അങ്ങനെ പബ്ലിക് എനിക്കിപ്പോഴും ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഒന്നും അറിയാൻ മേല. ഒന്ന് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പിന്നെ 1-2 കണ്ടാലൊന്നും ഞാൻ ചിലപ്പം പിന്നീട് കാണുമ്പോൾ തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് പേടിയാണ്. ഇപ്പം ഞാൻ നിങ്ങൾ നാളെ പുറത്ത് വെച്ച് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ പിന്നെ ഭയങ്കര ജാടയെ എന്ന് തോന്നും. അത് കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് പറ്റത്തില്ല. ചിലർക്ക് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് ഫിറ്റല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ്. പിന്നെ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. നമുക്ക് വാക്കിന് വില വേണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അമ്മ ഭയങ്കര സ്ട്രോങ് ലേഡി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ധൈര്യം. കാരണം എൻ്റെ അതുപോലെ നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മക്കൾക്ക് ഓരോ ക്രൈസിസ് വരുമ്പോഴും അമ്മച്ചി ഭയങ്കരമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. എനിക്ക് തന്നെ സിനിമയുടെയൊക്കെ ഒരു 1.5 വർഷം ഒരു പ്രൊജക്റ്റിൻ്റെ പുറകെ കഥയായിട്ട് നടന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഞാൻ മാത്രം പ്രൊജക്റ്റിൽ നിന്ന് പുറത്തായി. അപ്പോൾ സങ്കടമായിട്ട് ഞാൻ ഡിറ്റക്റ്റീവിൻ്റെ സബ്ജക്റ്റൊക്കെ എടുത്ത് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം ആലോചിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പം ഭയങ്കര സങ്കടം വന്ന് ഇരുന്നപ്പോൾ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കണ്ട, വേണം നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു കുറച്ച് വിറ്റിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരിക്കലും ചെയ്യാനല്ല. പക്ഷേ അന്ന് ആ ഒരു സ്പിരിറ്റിൽ ഞാൻ ഇറങ്ങി തിരിച്ചതാണ് എൻ്റെ ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവ്. ഞങ്ങളതിന് പൈസ മുടക്കില്ല. ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു പ്രൊഡ്യൂസർ വന്നു. പക്ഷേ അതൊരു സപ്പോർട്ട് പോലെ ഞാൻ കൊടുത്തതാണ്. അപ്പം എല്ലാത്തിലും അമ്മച്ചി അങ്ങനെയാണ്. അമ്മച്ചി ഇപ്പോഴും ഷീസ് 86, ഒരു ക്യാൻസർ സർവൈവറാണ്. ഷീസ് ആൻ അയൺ ലേഡി. നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ചെന്ന് കുറച്ചേരെന്ന് വർത്താനം പറഞ്ഞാൽ ഓക്കെ ആവും. ഡിറ്റക്റ്റീവിൻ്റെ ഒരു ആ സിനിമയുടെ ക്ലൈമാക്സും അതിൻ്റെ ഒരു പ്ലോട്ട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതാണ്. അത് സാറിന് എത്രത്തോളം ഗുണം ചെയ്ത കരിയറിലെ തുടക്കത്തിൽ തന്നെ? ശ്രദ്ധിക്കപ്പെട്ടു, അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി വലിയ നഷ്ടമൊന്നും വന്നില്ല ആ സിനിമ. കാരണം അതുപോലെ ചിലവ് ചുരുക്കി. 38 ദിവസം പ്ലാൻ ചെയ്ത സിനിമ 25ാമത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു 3 ദിവസത്തോടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതുപോലെ ഷൂട്ട് ചെയ്ത് തീർത്ത പടമാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി പേര് ആ സിനിമ ശ്രദ്ധിച്ചു. അതിനകത്ത് ഏറ്റവും എനിക്ക് ഭയങ്കര ഞാൻ മമ്മി അമ്മയുടെ പ്രിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ സുകുമാരി ടീച്ചറിനെ വിളിക്കാനായിട്ട് ചെന്നെത്തി. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സിനിമ ചെയ്തു മമ്മി മോനെ പേര് കൊള്ളാമല്ലോ. ഞാൻ ഒരു അമ്മയമ്മളുടെ കഥയാണ്, ഒരു പ്രിവ്യൂ ഉണ്ട്, മാഡം വരണം. അപ്പം മോൻ്റെ ഫസ്റ്റ് സിനിമ അല്ല, എൻ്റെ സെക്കൻഡ് സിനിമ. ആദ്യത്തെ സിനിമ ഏതാണ്? ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് മകളും ഉണ്ട്. അപ്പോൾ ഇവർ നോക്കിയിട്ട് ഡിറ്റക്റ്റീവ് ആ നൂലയിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയും. അപ്പം സ്ത്രീകൾക്കും ഇഷ്ടമായിരുന്നു അത്. അങ്ങനെ ആ സിനിമ ഒത്തിരി പേര് നോട്ട് ചെയ്തു.
പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ ഫാമിലി ഓഡിയൻസിനെ കിട്ടിയില്ല. കാരണം ഏതോ ഒരു ജീത്തു ജോസഫ്, ഒരു അന്നത്തെ സുരേഷ് സാറ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ഇത് കിട്ടിയില്ല. ബട്ട് കുഴപ്പമില്ല. അപ്പോൾ അന്ന് രണ്ടാമതാണ് ഞാൻ ഈ മമ്മിയാൻമ എടുത്തിയത്. മമ്മിയാൻമയിലാണ് എനിക്ക് ഫാമിലി ഓഡിയൻസിനെ ശരിക്കും കിട്ടിയത്. അപ്പം ഡിറ്റക്റ്റീവ് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. ഫിൽം മേക്കർ കൂടുതൽ ഗുണം ചെയ്തത് മമ്മിയാൻമയുടെ ഡെഫിനറ്റ്ലി. കാരണം വലിയ സ്റ്റാർസ് ഒന്നും ഇല്ലാതെ ഒരു സിനിമ ചെയ്ത് വിജയിപ്പിക്കുന്നതിനാണ് ഇപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക, ക്രെഡിറ്റ് നമുക്ക് തന്നെയാണല്ലോ അത്. അപ്പോൾ അതെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മൈ ബോസ്, മെമ്മറീസ്, ദൃശ്യം അങ്ങനെ വന്നു. അതിൽ ദൃശ്യവും മെമ്മറീസും ബാക്ക് ടു ബാക്ക് വന്നതോടുകൂടിയാണ് എന്നെ ത്രില്ലർ ഡയറക്ടറായിട്ട് ടാഗ് ചെയ്തത്. പക്ഷേ ഞാനത് കഴിഞ്ഞ് മാറ്റിമറിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ സിനിമകളിൽ ആക്ച്വലി എല്ലാവരും ചോദിക്കുന്നുണ്ട് ത്രില്ലർ അല്ലേ ഇഷ്ടം. ബേസിക്കലി ഞാനൊരു ത്രില്ലർ ഡയറക്ടറൊന്നും. എൻ്റെ എല്ലാ സിനിമയിലും ഞാൻ നോക്കുന്ന കഥാപരമായോ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ വെച്ചിട്ട് ഉള്ള കഥകളാണ് നോക്കുന്നത്. അതിനകത്ത് ചിലതിനകത്ത് ക്രൈം വരും, ചിലതിനകത്ത് വേറെ ഇത്. ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ കഥ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാൻ കാര്യം വെച്ചാൽ ഇവിടുന്ന് ചില സാമ്പത്തിക ആവശ്യത്തിൽ കല്യാണം കഴിച്ച് പുറത്തു പോകേണ്ട ഒരാളുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഇത് വന്നു. അന്ന് ദിലീപ് ജിയുടെ സാധാരണ സിനിമകളിൽ വരുന്ന കൈൻഡ് ഓഫ് ക്ലൈമാക്സ് അല്ല ആ സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ ദൃശ്യം കഴിഞ്ഞു ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ദൃശ്യത്തിൻ്റെ ഡയറക്ടർ ഇത് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് പേടിയൊന്നുമില്ല. കാരണം എനിക്കൊരു ഡിഫറെൻറ്റ് ജോണർ ചെയ്യണം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒരു പാറ്റേൺ, ജോണറല്ല ഡിഫറെൻറ്റ് പാറ്റേൺ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആ കഥയാണ് എന്നെ ആകർഷിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ പോലീസ് ജാർഗന്റെ ഭാഗമാണ് ഈ ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. പലപ്പോഴും പല കേസസ് വരുമ്പോൾ ദൃശ്യം മോഡൽ എന്നുള്ളൊരു ടാഗ് അതിൻ്റെ കൂടെ കേൾക്കാറുണ്ട്. അപ്പോൾ ആസ് എ ഡയറക്ടർ ഓഫ് ദൃശ്യം എന്താണ് അപ്പോൾ തോന്നാറ്? എനിക്കൊന്നും തോന്നാറില്ല, വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. കാരണം ദൃശ്യത്തിന് മുമ്പ് ഞാൻ ചെയ്തിട്ട് ആരെങ്കിലും ഒരു കൊലപാതകം ചെയ്തിട്ട് മറച്ചു വയ്ക്കും. അല്ല, ഇപ്പോൾ എത്ര പേര് എന്ന് പോലീസ് സ്റ്റേഷനിൽ പറയും, എല്ലാവരും മറച്ചു വയ്ക്കാനേ നോക്കുകയുള്ളൂ. സാഹചര്യങ്ങൾ കൊണ്ട് കൊല്ലുന്ന, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കൊല്ലുന്നതായിരിക്കും, പ്ലാൻ ചെയ്ത് കൊല്ലുന്നതായിരിക്കും. ഇനിയിപ്പോൾ പോട്ടെ, പ്ലാൻ ചെയ്ത് കൊല്ലുന്നത് അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും എല്ലാവരും അത് മറക്കാനേ നോക്കുകയുള്ളൂ. ഫസ്റ്റ് ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് വന്ന് സ്വയം പറയുന്നത്. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്, അവരങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ നിന്ന് ഇട്ടുകൊണ്ടാണ്. ഇനി ഞാൻ ആ സിനിമ ഇറങ്ങിയ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഇടുക്കി ഭാഗത്ത് എവിടെയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷം മുമ്പ് കേട്ടോ, ഇതേപോലെ ഞാൻ 1-2 ഇൻ്റർവ്യൂ പറഞ്ഞതാണ്. ഒരാൾ ഒരു ഇല്ലിസിറ്റ് അഫെയർ ഉണ്ടായിരുന്നു. വൈഫ് വീട്ടിൽ പോയ സമയത്ത് ഈ പെൺകുട്ടി പ്രഗ്നൻ്റായി. വൈഫ് വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ വന്നു, വീട്ടിൽ വലിച്ചു വരുത്തി എന്തോ ചെയ്തു. എന്നിട്ട് ഇയാൾ കൊന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ കുഴിച്ചിട്ടു, വീടിൻ്റെ കോമ്പൗണ്ടിലവിടെ. എനിക്ക് അത്ര ഡീറ്റെയിൽസ് അറിയാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ അവിടെ ജീവിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മാനസിക നില തെറ്റി തുടങ്ങി. അപ്പോൾ വൈഫിനറിയില്ലല്ലോ. വൈഫ് അവസാനം ഇയാൾക്ക് എന്തൊക്കെയോ പ്രശ്നമാണെന്ന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തുണ്ട്. അവിടെ ഇങ്ങനെ കുറേ ഈ പറഞ്ഞ സെഷൻസ് കഴിഞ്ഞപ്പോൾ ഇയാൾ കൺഫ്യൂസ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരത്തി പോലീസിൽ അറിയിച്ച് പോലീസ് വന്ന് അറസ്റ്റ്. അങ്ങനെ ഒരു കേസ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്, ദൃശ്യം ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഒരു പടം ഹിറ്റായി, പടത്തിനത് ഇത്രയും പേരുള്ളതുകൊണ്ട് പെട്ടെന്ന് അദൃശ്യം മോഡൽ പിന്നെ ചിലർ ആരൊക്കെയോ കയറി മറ്റേ ലോറിയിൽ ഇതിട്ടിട്ട് പോയി എന്നുള്ള ഐഡിയ ഒക്കെ യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ എന്താ പറയുന്നത്, അത് ഇതുപോലെ നമ്മൾ ഈ സിനിമയെ കാണിക്കുന്നതൊന്നും റിയൽ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്ത പ്രശ്നമാണ്. അതവർ മനസ്സിലാക്കേണ്ട കാര്യമില്ല. സിനിമ വ്യൂവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഉറപ്പായിട്ടും. ഈ റീസെൻ്റ്ലി ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, യങ്സ്റ്റേഴ്സിനിടയിലെ വയലൻസ് കൂടാനുള്ള കാരണം മലയാളത്തിൽ വരുന്ന സിനിമകളാണ്, വയലൻസ് സീൻസ് ആണെന്നുള്ളത്. അതൊരു ശരിക്കും ഒരു കാരണമാണോ? ഞാനൊരു കാര്യം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തീഹാർ ജയിലിൽ എന്നോട് ഒരാൾ പറഞ്ഞതാണ്, എനിക്കെൻ്റെ ഇതറിയില്ല, ഒരാൾ സർവേ നടത്തി തീഹാർ ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ എന്തോ ചെയ്തപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അതിനകത്ത് പലരും കൊല്ലണം എന്നോർത്തടിച്ചതല്ല. അവരെല്ലാം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ സിനിമയിലെ കണ്ടിട്ടില്ല എത്ര അടിയാണ് അടിക്കുന്നത്. അപ്പോൾ ഒരുത്തിന് ദേഷ്യം വന്നിപ്പോൾ ഇരുമ്പൂടിയൊക്കെ എടുത്തിട്ട് താലയ്ക്ക് കൊടുത്തിട്ട് പിന്നെ കലിയും ഇട്ട് അടിക്കുക. അപ്പം ഈ സിനിമയിലൂടെ കാണുമ്പോൾ എത്ര അടിച്ചാലും അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ട്. ഇപ്പോൾ പല തരത്തിലും ഞാൻ ചുരുമല്ലോ, പല തരത്തിൽ ഇതിനെ എടുക്കുന്നവരുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ അജ്ഞത കൊണ്ട് ഇത് തന്നെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, വില്ലന്മാരുടെ ചില സ്റ്റൈലുകൾ കാണിച്ചിട്ട് കൊന്നിട്ട് സ്ലോ മോഷൻ നടക്കുമെന്ന് പറയുമ്പോൾ ഒരു ചിലർക്ക് അങ്ങനത്തെ ഒരു
എന്താ പറയുക, ഒരു ടെൻഡൻസി ഉള്ളവർക്ക് അതിനൊരു ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷ് കിട്ടുമായിരിക്കും. ഒരുത്തിനെ അടിച്ച് വീഴ്ത്തിയിട്ട് 10 ആൾക്കാർ മുമ്പ് ഇവിടെ നടക്കുന്ന പറഞ്ഞത്. അപ്പം അതൊക്കെ സിനിമ കാണുമ്പോൾ അതിനൊരു വേറൊരു ഇത് കിട്ടും. സിനിമ കുറച്ച് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ഈ ഷേണായിസിൽ ഡൈ ഹാർഡ് 2 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ബ്രൂസ് വില്ലിസിൻ്റെ. ഞാനന്ന് ഡിഗ്രി അതേ സ്കൂളിലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതിനകത്ത് ഒരു ബ്രൂസ് വില്ലിസ് ഒരു എയർപോർട്ട് ഹൈജാക്ക് ചെയ്യുന്നതാണ് പുള്ളി വന്നത്. അപ്പോൾ ഫുൾ സ്നോയാണ്, അതുപോലെ തണുപ്പ്. അപ്പോൾ ഇയാൾ എപ്പോഴും സിഗരറ്റ് വലിയാണ്. ആ വലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. വലിച്ചിട്ട് പുള്ളി ആ സ്മോക്ക് പുറത്തേക്ക് ചെയ്യുന്ന രീതിയും ഇതൊക്കെ കണ്ടിട്ട് ഈ സിനിമ കഴിഞ്ഞിട്ട് ഷേണായിസിന് താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു പെട്ടിക്കടയിൽ നിന്നൊരു സിഗരറ്റ് വലിച്ചു. ഞാൻ വലിക്കുന്ന ആളല്ല, ഫസ്റ്റ് ടൈം വലിച്ചു. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പം അത് ഇൻഫ്ലുവൻസ് ചെയ്തതല്ലേ. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ പറ്റി എപ്പോഴും കോൺഷ്യസ് ആണോ? എൻ്റെ സിനിമകളിൽ കഴിയുന്നത് ഞാൻ വയലൻസിനും എങ്ങനെയൊക്കെ എന്താ പറയുക നമ്മൾ ഒഴിവാക്കാവോ. ഇപ്പം മമ്മി ആൻഡ് മീയിൽ ഒരു സിറ്റുവേഷനുണ്ട്. ആ പെൺകുട്ടിക്ക് ഫസ്റ്റ് ടൈം പീരീഡ്സ് വരുന്ന അത്. അപ്പം ബെഡിലിരുന്നപ്പോൾ ബെഡിലൊരു ചെറിയ സ്റ്റെയിൻ പോലെ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കാണിക്കാൻ, കാരണം ആൾക്കാർക്ക് ഇത് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ കഴിയുന്നത് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളോരോ കാണിച്ചേ പറ്റുമല്ലോ, ബ്രൂട്ടാലിറ്റി ഇത് ചെയ്യണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ഷൂട്ട് ചെയ്ത ഫിലിം നേര. അതിനകത്ത് റേപ്പ് സീൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് റേപ്പ് സീൻ ചെയ്യുന്നത്. സാധാരണ ഞാനത് വളരെ നമുക്കങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം ഇതിനകത്തൊക്കെ മിറാഷിനകത്തൊക്കെ ആണെങ്കിലും വലിയ ഡീറ്റെയിലിങ്ങിന് പോയില്ല, കാലുകൾ കാണിച്ചു ഒക്കെ നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്തു പോകും. പക്ഷെ നേരിനത് പറ്റത്തില്ല, കാരണം ആ ഫേസ് ചെയ്യുന്ന ഒരു ഷോട്ട് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ എത്ര സമയമെടുത്ത് അത് ഷൂട്ട് ചെയ്യാമെന്നറിയാം. കാരണം ഒരു തിയേറ്ററിൽ വന്നിരിക്കുന്ന ഫാമിലിക്ക് അതിങ്ങനെ എന്ന് തോന്നിയാൽ ആ സിനിമയുടെ ഇത് പോയി. പക്ഷെ ഭാഗ്യത്തിന് അത് അങ്ങനെ കടന്നുപോയി, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കൊലപാതകം എന്തുവാണെങ്കിലും കഴിയുന്നത് അതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി കുറയ്ക്കാൻ നോക്കും. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ആ ബ്രൂട്ടാലിറ്റി വർക്ക് ചെയ്താലേ ആ എഫക്റ്റ് ഓഡിയൻസിലേക്ക് കിട്ടുള്ളൂ. അവിടെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. എന്നാലും കഴിയുന്നതും വയലൻസ്, ഇപ്പോഴത്തെ സിനിമയിലെ വയലൻസ് എനിക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല. ഞാൻ പല വയലൻസ് സിനിമകളും എനിക്കങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു സിനിമയുടെ കുറച്ച് ഞാൻ കാണാനിരുന്ന അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് വന്നപ്പോൾ ഞാനത് കാണുന്നില്ല എന്ന് പറഞ്ഞു. OTT വരുവാണെങ്കിൽ എനിക്ക് സ്പീഡിൽ അടിച്ച് വിടാമല്ലോ. തിയേറ്ററിലാണ് ഞാൻ പിന്നെ കണ്ണടച്ചിരിക്കേണ്ടി വരും. അപ്പോൾ അതാണ് എനിക്കത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇതേ ടോപ്പിക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്ത് ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നത് ഫിലിം മേക്കർ മാരി സെൽവരാജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സിനിമയിൽ ആ അച്ഛനും അമ്മയും ആ കുട്ടീനെ റിയഷ്യൂർ ചെയ്യുന്നില്ല, ഇത് നിന്റെ ഫോൾട്ട് അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ ചിലപ്പോൾ ദൃശ്യം പോലെ സിനിമ ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. കാരണം അവർ ചിലപ്പോൾ പക്ഷേ ഒരു ഡയലോഗിലൂടെയോ അല്ലെങ്കിൽ ഒരു അച്ഛൻ മകളോട് ഇല്ല അത് നിന്റെ തെറ്റല്ല എന്ന് പറയണമെന്ന് അങ്ങനെ ഒരു ഡയലോഗ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അന്നങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അവളെ എന്നെ ജയിലിൽ പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മോളൊരിക്കലും ജയിലിൽ പോയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശരിക്കും മോളുടെ തെറ്റല്ല അങ്ങനെ ഒരു ശരിക്കും ചേർത്താൻ നല്ലതായിരുന്നു. ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല. അന്നത് ചെയ്തില്ല. ശരിക്കും ഞാനതിനെ വെൽക്കം ചെയ്യുന്നതാണ്. ശരിക്കും അങ്ങനെ ഒരു ഡയലോഗ് ഇടാമായിരുന്നു. പക്ഷേ എൻ്റെ തോട്ടിലത് വന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും തോട്ടിൽ വരണം. തോട്ടിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ മോളുടെ തെറ്റല്ല എന്ന് പറയാമായിരുന്നു. അതൊരു സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കേട്ടോ. അപ്പം അത് പറഞ്ഞിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഒരു ക്യാരക്ടറിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വലുതാണ്. പക്ഷേ എനിക്കന്നേരം തോന്നിയില്ല. പകരം പുള്ളി ആ മകളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഇത് ചെയ്ത്. പക്ഷേ കുറച്ച് പേരന്ന് വേറെ രീതിയിലും പറഞ്ഞു ഇതിനെ ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കുറച്ച് പേര് പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു എന്നോട് മറ്റേ KT തോമസ് സാറില്ലേ, പുള്ളി എന്നെ വിളിച്ചായിരുന്നു. അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് ഇങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യരുത്, ഇത് ചെയ്യുന്നതാണ്. അപ്പം അന്ന് KT തോമസ് സാർ എന്നെ ഒരു പരിചയമില്ല. ഒരു ദിവസം ഒരു കോൾ, ഞാൻ ഇന്നയാളാണ്. ആ സാർ പറയും ഇങ്ങനെ മറ്റേ പോലീസുകാരൻ ഇങ്ങനെ പറയുന്നതാണ്. ഒരു കാര്യമില്ല, വീട്ടിലേക്ക് കയറി വന്ന് ഇങ്ങനെ തട്ടിക്കിടന്നേക്കണം, വേറെ മാർഗമില്ല എന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിടത്ത് വെച്ച് നേരിട്ട് എപ്പോഴും പറഞ്ഞു. അത് എനിക്ക് അദ്ദേഹം ഈയിടെ TV-യിലും പറയുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് സെൽഫ് ഡിഫെൻസ് അല്ലേ എന്ന് ചോദിച്ചു. അതെന്നോട് ഭയങ്കര ക്രിറ്റിസിസമായിട്ട് ചോദിച്ചു. അവരെന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല, സെൽഫ് ഡിഫെൻസ് അല്ലേ? ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനൊരു IG-യുടെ മകനാക്കിയത്. ഒരിക്കലും ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, സെക്കൻഡിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ വീഡിയോയുടെ കാര്യം പുറത്തു വരാതെ നോക്കണം. അവിടെ ഒരു അമ്മയുടെ സെൽഫിഷ്നെസ് ഉണ്ട്. കാരണം ആ മകൻ തെറ്റ് ചെയ്തു എന്നുള്ളത്
അമ്മ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അതാണ് അത് എൻ്റെ മകൻ അത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന്. കാരണം ആ മകൻ ഒരിക്കലും നേരിട്ട് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ, കൺഫസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സാണത്. അപ്പോൾ അതാ പറഞ്ഞത്, ഇത് ശരിക്കും ദൃശ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമോഷൻസ് ആണ് അതിനകത്ത് ഒത്തിരി അങ്ങനത്തെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് പക്ഷേ ഈ ട്വിസ്റ്റിൻ്റെ ഇതിനകത്ത് മുങ്ങിപ്പോവുക, അതിലെനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഞാനിതിപ്പോൾ കുറേയൊക്കെ പറഞ്ഞു നോക്കിയപ്പം ഒന്നുമില്ല. അത് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്കിത് ആരെ അടിച്ചേൽപ്പിക്കാൻ പറ്റേണ്ട കാര്യമില്ല. ഞാനിതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ മീ ദൃശ്യം ഈസ് എ ഫാമിലി ഡ്രാമ. ത്രില്ലിംഗ് ആയിട്ടുള്ള സീക്വൻസുകളുണ്ടാവാം, പക്ഷെ അതിൻ്റെ റൂട്ട് ഇതെന്ന് പറയുന്നത് ആ അച്ഛനും മക്കളും അവർ ഒന്നിച്ച് നിൽക്കുന്നു, അപ്പുറത്തെ ആ ഭർത്താവ് ഭാര്യയോടെ നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും ഭാര്യയോട് നിൽക്കുക. സിദ്ദിഖേട്ടൻ്റെ ക്യാരക്ടർ പുള്ളിക്ക് പല രണ്ട് പാട്ടിനകത്തും വലിയ ഡയലോഗ്സ് ഇല്ല, സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ദിഖേട്ടനോട് ഫസ്റ്റ് ടൈം ഞാൻ സിദ്ദിഖേട്ടനോട് കഥ പറയാൻ ചെന്ന് ചെയ്യാൻ പറ്റുന്നു, ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു സിദ്ദിഖേട്ടനെ ഇതിനകത്ത് ഞാൻ ഒരു സീനിലേക്കാണ് വിളിക്കുന്നത്. പക്ഷേ അല്ലാതെ ഞാൻ കുറേ സീൻ ഷൂട്ട് ചെയ്യും, പക്ഷെ വലിയ കാര്യമായ ഡയലോഗൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ സീൻ ഇതാണ്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മളെപ്പോഴും ആക്ടിങ് എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് കുറേ ഷൗട്ടിങ്ങും കരച്ചിലും അതിലൊന്നുമല്ല, വളരെ സട്ടിലായിട്ട് അധികം ഡയലോഗുകളില്ലാതെ നമ്മുടെ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതായിരുന്നു സിദ്ദിഖേട്ടൻ്റെ ക്യാരക്ടർ ദൃശ്യത്തിനകത്ത്, പ്രഭാകരൻ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ വളരെ എനിക്കിഷ്ടമുള്ള ലാലേട്ടൻ ചെയ്ത ഒരു ക്യാരക്ടറാണ് നേരിലെ അഡ്വക്കേറ്റ് ജെ വിജയകുമാർ. പുള്ളി സംബന്ധിച്ചിടത്തോളം പുള്ളി വലിയ ബഹളങ്ങളൊന്നുമില്ല. പുള്ളിയുടെ ഇതെല്ലാം വളരെ സട്ടിൽ ഇമോഷൻ, അത് അഭിനയിക്കുന്ന പോലും നമുക്ക് തോന്നിയിട്ടില്ല. അതാണ് ഏറ്റവും അഭിനയിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പം അതൊരു അങ്ങനത്തെ ഇമോഷൻസിലൂടെ പോകുന്ന സിനിമകളാണ് കൂടുതലും എൻ്റേത്. പക്ഷെ എല്ലാത്തിനും അത് പറയുമ്പോൾ അതും ഇതും വരുമ്പോഴത്തേക്കും ത്രില്ലർ ഇതിലേക്ക്, ഈവൻ മെമ്മറീസ് തന്നെ. അവിടെ ഒരു അച്ഛനും ബ്രദർ, ഒരു അമ്മയും മകനും ഒരു സഹോദരനും തമ്മിലുള്ള ആ ഒരു ഇമോഷനുണ്ട്. പിന്നെ ഭാര്യ, ആ കൊച്ച്, അവരുടെ മരണം എന്ന് പറയുന്നൊരു സാധനം. ഇപ്പോൾ ഈ സർവൈവറിന് വേണ്ടി സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സാർ നേരെ എഴുതിയപ്പോൾ അതിനകത്ത് ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ വിക്ടിം ഷെയ്മിങ്ങിനെതിരെ സംസാരിക്കുന്ന ഒരു ഡയലോഗ്, ഒരു വലിയൊരു മോണോലോഗ് ആ കോർട്ട് റൂം സീനിലുണ്ട്. തിയേറ്ററിൽ വലിയ സ്വീകാര്യത നേടിയൊരു സീനാണ് അത്. ഒരു പൊയറ്റിക് ജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അന്ന് അങ്ങനെ എഴുതിയില്ല. അല്ല, ഇതിന് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നുമല്ല. അതിനകത്ത് അതൊരു അവസ്ഥയാണ്. പുതിയ ജനറേഷൻ കുട്ടികൾ ഇങ്ങനെയാണെന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ അതായത് ഇതാണ് സിറ്റുവേഷൻ. അത് നമ്മൾ ആ സിറ്റുവേഷനെ അങ്ങോട്ട് ആ കഥയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡയലോഗ് കിട്ടി. അവിടെ അതെന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അതൊന്ന് പറയായിരുന്നല്ലോ എന്ന് ഞാനിപ്പോൾ ആലോചിച്ചു. പറഞ്ഞാൽ നല്ലതായിരുന്നു. പക്ഷേ അത് കൂടുതലും അയാളുടെ അച്ഛൻ്റെ പ്രവൃത്തിയിലും ഇതിലും എല്ലാം എൻ്റെ മകൾ നിരപരാധിയാണെന്നുള്ളത് കൊണ്ട് ഞാൻ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഫാമിലിയെ, എൻ്റെ ഒരു ഫാമിലിയെ. ഒരു ഇന്ററാക്ഷനിൽ പറയണ്ടായി ഏറ്റവും ടെൻഷൻ അടിച്ച് ചെയ്ത സിനിമയാണ് പ്രണവ് മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ എന്ന്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പ്രണവിൻ്റെ അച്ഛനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, മകനെ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്നു. ബേസിക്കലി പ്രണവ് ഇങ്ങനെ കഥ കേൾക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്നോട് അവിടെ സുചേച്ചിയുടെ കൂടെ ഉള്ളൊരു ഫാമിലി ഫ്രണ്ടുണ്ട്, എൻ്റെ ഒരു റിലേറ്റീവാണ്. അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നൊരു കഥ പറഞ്ഞാണ്. കാരണം ഞാൻ ഈ പറയുന്ന എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഒരു തോട്ടായിരുന്നു അത്. അന്നതൊരു മാരത്തോൺ റണ്ണറായിരുന്നു, നല്ല ഫിസിക്കുള്ള ചെറുപ്പക്കാരനായത്, നല്ല ഓട്ടക്കാരനാണ്. നാട്ടിലൊക്കെ ക്രോസ് കൺട്രി റേസിലൊക്കെ എപ്പോഴും ജയിക്കുന്ന ആളാണ്. ബാംഗ്ലൂർ പോയി ഒരു പ്രസൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഇവൻ ഓടും, ഇവനെ പിടിക്കാൻ പറ്റും, ഇവന് ജീവനോടെ വേണമെന്നാണ് വില്ലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെടിവെച്ച് കൊല്ലാനോ വല്ലതൊക്കെ ഇടിച്ചു കൊല്ലാനാണ്, ഇവനെ ജീവനോടുണ്ട് ഓടിച്ചിട്ട് പിടിക്കണം. ഇവനായിട്ട് ഓടിക്കുമ്പോൾ ഈ ഗുണ്ടകൾക്ക് ഓടിച്ചിട്ട് പറ്റുന്നില്ല. അവസാനം പുറത്തുനിന്ന് റണ്ണേഴ്സിനെ കൊണ്ടുവരും പിടിക്കാൻ. ഇതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിന് നല്ല ബഡ്ജറ്റാവുമെന്നറിയാം, കാരണം ഇവിടെയും കൂടെയല്ല ബാംഗ്ലൂരൊക്കെ ഷൂട്ട് ചെയ്യണം. അങ്ങനെ അപ്പോൾ അതായി ആരെ വെച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രണവ് വരുന്നത്. പാർക്കോർ എന്ന് പറയുന്ന സാധനവും കൂടെ വന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത്
ആ ബേസിക് സ്റ്റോറി ലൈൻ അത് തന്നെ വെച്ചിട്ട് ഞാൻ ഒരു സിനിമ ചെയ്തു. പ്രണവുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവൻ വൺസ് ഒരു പ്രൊജക്റ്റിനകത്തേക്ക് ഇന്നായാൽ അവൻ ഫുള്ളി കമ്മിറ്റഡാണ്, ഫുള്ളി അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ലാലേട്ടനെ പോലെ ഡയറക്ടേഴ്സ് ആക്ടർ പോലെ കൂടെ നിൽക്കും, എന്തിനും കൂടെ നിൽക്കും, ഒരു കുഴപ്പമില്ല. പിന്നെ ഒന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുള്ളി വർഷത്തിലൊരു പടം, അതേപോലെ ഒരു വർഷം ഫ്രീ ആയിട്ട് പുള്ളി എൻജോയ് ചെയ്ത് നടന്ന് അങ്ങനെയൊക്കെയാണ്. അത് പുള്ളിയുടെ ചോയ്സാണ്. ആൻഡ് ടെൻഷൻ എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകനെ ലോഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റിയാൽ നമുക്കൊരു വിഷമം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അവസാനം ലാലേട്ടൻ പറഞ്ഞു ഇപ്പോൾ എനിക്കും ടെൻഷനായി തുടങ്ങി എന്ന് പറഞ്ഞു. അല്ല, അത് ഉത്തരവാദിത്തമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. മലയാള സിനിമയിൽ ഇപ്പം നോക്കി ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പം പ്രമേഹം പോലെ സിനിമ വരുന്നു, ലോക പോലൊരു സ്റ്റോറി വരുന്നു, കാതിൽ വരുന്നു. അപ്പം ഇങ്ങനൊരു എക്സ്പെരിമെന്റ്സിനെ എങ്ങനെയാണ് കാണുന്നത്? നല്ല കാര്യം, അത് തീർച്ചയായിട്ടും. ഇപ്പം എല്ലാവരും അദ്ദേഹം പറഞ്ഞ് ഒരാളൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് ആ പടം ഓടി ഉടനെ എല്ലാവരോടും കയറി അത് ചെയ്യാൻ പോലെ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യുക. കാരണം എപ്പോഴും പണ്ടൊക്കെ ഞാനൊക്കെ ഇൻഡസ്ട്രി വരുമ്പോൾ ഇതായിരുന്നു, ഡിറ്റക്റ്റീവിലൊക്കെ 3 ഫൈറ്റ് വെക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ഡിസ്ട്രിബ്യൂട്ടറോട് തിയേറ്ററുകാർ പറയും, തിയേറ്ററുകാർ ഡിസ്ട്രിബ്യൂട്ടറോട് പറയും, ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറോട് പറയും, പ്രൊഡ്യൂസർ ഡയറക്ടറോട് പറയും. അവസാനം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഫൈറ്റേ പറ്റിയെന്നിട്ട് അവസാനം ഒരു ഫൈറ്റ് ഞാൻ പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്തു. തല്ലിപ്പൊളി ഫൈറ്റുമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അതിന് നല്ല രീതിയിൽ വിമർശനവും ഉണ്ടായി, ചീത്തയും കേട്ടു. പക്ഷേ പ്രൊഡ്യൂസർ അത് 3 പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണത്തെ ചവിട്ടി വഴക്കുണ്ടാക്കി.